ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Alfaedumate. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇംഗ്ലീഷ് വളരെ ഭംഗിയായിട്ട് തന്നെ സംസാരിച്ച് തുടങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ സെൻറ്റൻസിലൂടെ തന്നെ ഒരുപാട് ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ പോവാണ്. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കുക എന്നുള്ളതും ഇംഗ്ലീഷ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും കേട്ടോ. ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും വളരെ ശ്രദ്ധിച്ച് നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെ കേൾക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് എന്നെ അറിയിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാണ്. അവൻ പോയി എന്നുള്ളതാട്ടോ. അവൻ പോയി എന്നുള്ള ഈ ഒരു സെൻറ്റൻസിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ പോയി എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് ആദ്യം നോക്കാമല്ലേ. അവൻ പോയി. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ ഇംഗ്ലീഷിൽ പറയാം? ഇവിടെ ആരാണോ പോയ ആൾ, ആ ആളാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ അവനെ നമ്മൾ ആദ്യം എടുത്തിട്ട് പറയണം കേട്ടോ. ഓക്കെ, ഹി ആണില്ലേ അവൻ. ഓക്കെ, ഹി അവൻ എന്നായിട്ടോ. ഇനി പോയി എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? പോയി, പോകുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്നാണ് പറയാല്ലേ. ഗോ പോകുക. പോയി എന്നാകുമ്പോൾ എന്താണ്? വെൻറ്റ് എന്ന് പറയണല്ലേ. അപ്പോൾ ഹീ വെൻറ്റ് അവൻ പോയി എന്നായിട്ടോ. ഹീ വെൻറ്റ് അവൻ പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലൂടെ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം അല്ലേ. ഓക്കെ, ഹി വെൻറ്റ് അവൻ പോയി. ഇനി അവൻ ഇന്നലെ പോയി എന്നെങ്ങനെ നമുക്ക് പറയാമെന്നറിയോ? അവൻ ഇന്നലെ പോയി. ഹി വെൻറ്റ് അവൻ പോയി ഇന്നലെ. യെസ്റ്റർഡേ അവൻ ഇന്നലെ പോയി എന്നായിട്ടോ. ഹി വെൻറ്റ് യെസ്റ്റർഡേ അവൻ ഇന്നലെ പോയി. ഓക്കെ, അവൻ മിനിഞ്ഞാന്ന് പോയി എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഹി വെൻറ്റ് ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നാണ് പറയാം കേട്ടോ. മിനിഞ്ഞാന്ന് ഉള്ളതിന് ഡേ ബിഫോർ യെസ്റ്റർഡേ. ഹി വെൻറ്റ് ഡേ ബിഫോർ യെസ്റ്റർഡേ അവൻ മിനിഞ്ഞാന്ന് പോയി കേട്ടോ. ഓക്കെ, അവൻ കഴിഞ്ഞ മാസമാണ് പോയത്. എങ്ങനെ നമുക്ക് പറയാം? ഹി വെൻറ്റ് ലാസ്റ്റ് മന്ത് കേട്ടോ. ഹി വെൻറ്റ് ലാസ്റ്റ് മന്ത് അവൻ കഴിഞ്ഞ മാസം പോയി. ഇനി അവൻ കഴിഞ്ഞ ആഴ്ച പോയി. ഹി വെൻറ്റ് ലാസ്റ്റ് വീക്ക് അവൻ കഴിഞ്ഞ ആഴ്ച പോയി. ഹി വെൻറ്റ് ലാസ്റ്റ് വീക്ക്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അവൻ എപ്പോഴാണോ പോയത്, ഇങ്ങനെ നമ്മളൊരു സമയം മെൻഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം, ഇന്ന ദിവസം അവൻ പോയി, ഇന്ന ആഴ്ച അവൻ പോയി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സമയത്തെ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഹി വെൻറ്റ് അവൻ പോയി എന്നതിന് ശേഷം നമ്മൾ അത് ആഡ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ കുറേ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് അവൻ നേരത്തെ പോയി. എങ്ങനെ നമുക്ക് പറയാം? ഹി വെൻറ്റ് അവൻ പോയി നേരത്തെ പോയി. നേരത്തെ പോയി എന്ന് എങ്ങനെ പറയാം? ഏർലി എന്നാ പറയാം അല്ലേ. നേരത്തെ എന്നുള്ളത് ഏർലി. ഹി വെൻറ്റ് ഏർലി അവൻ നേരത്തെ പോയി. ഓക്കെ, ഇനി അവൻ ഈയിടെയാണ് പോയത്. എങ്ങനെ പറയാം? അവൻ ഈയിടെയാണ് പോയത്. ഹി വെൻറ്റ് ലേറ്റ്ലി. ഹി വെൻറ്റ് ലേറ്റ്ലി. ഇനി അവൻ ഇന്ന് രാവിലെ പോയി എന്നെങ്ങനെ നമുക്ക് പറയാം? ഹി വെൻറ്റ് ദിസ് മോർണിംഗ് എന്ന് പറയാം കേട്ടോ. ഹി വെൻറ്റ് ദിസ് മോർണിംഗ് അവൻ ഇന്ന് രാവിലെ പോയി. അവൻ ഈ രാവിലെ പോയി എന്നാണ് കേട്ടോ. ഈ രാവിലെ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ന് രാവിലെ എന്ന് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഹി വെൻറ്റ് ദിസ് മോർണിംഗ്. ഓക്കെ, അവൻ രാത്രിയിൽ പോയി എന്ന് എങ്ങനെ പറയാം? ഹി വെൻറ്റ് ടു നൈറ്റ്. ഹി വെൻറ്റ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ടുഡേയ്സ് നൈറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹി വെൻറ്റ് ടു നൈറ്റ് അവൻ രാത്രിയിൽ പോയി. ക്ലിയർ ആയല്ലോ. അവൻ കാറിൽ പോയി. എങ്ങനെ നമുക്ക് പറയാം? ഹി വെൻറ്റ് ബൈ കാർ എന്നാട്ടോ പറയാം. ഹി വെൻറ്റ് ബൈ കാർ അവൻ കാറിൽ പോയി. അവൻ ബസ്സിൽ പോയി. അവൻ ബസ്സിലാണ് പോയത്. എങ്ങനെ പറയാം? ഹി വെൻറ്റ് ബൈ ബസ്. ഹി വെൻറ്റ് ബൈ ബസ് എന്നാ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന വാഹനത്തിലാണ് അവൻ പോയത് എന്ന് പറയാനായിട്ട് നമ്മൾ ബൈ വെച്ചിട്ട് ആ വാഹനത്തിൻ്റെ പേര് പറയാം കേട്ടോ. ഹി വെൻറ്റ് ബൈ കാർ. ഹി വെൻറ്റ് ബൈ ബസ്. ഹി വെൻറ്റ് ബൈ മോട്ടോർ സൈക്കിൾ. ഇങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അവൻ നടന്നിട്ടാണ് പോയതെന്ന് അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പോൾ എങ്ങനെ പറയാ? അവിടെ നമ്മൾ ബൈ ചേർക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ നടന്നിട്ടാണ് പോയതില്ലേ. എന്ന് വെച്ചാൽ നമ്മൾ കാൽനടയായിട്ടാണ് പോയത്. ഹി വെൻറ്റ് ഓൺ ഫുട്ട് എന്നാണ് പറയാം കേട്ടോ. ഹി വെൻറ്റ് ഓൺ ഫുട്ട്. ബൈ ഫുട്ട് എന്ന് പറയാൻ പാടില്ല. ഹി വെൻറ്റ് ഓൺ ഫുട്ട് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഹി വെൻറ്റ് ഓൺ ഫുട്ട്. ഓക്കെ, ഇനി അവൻ കടയിലേക്ക് പോയി. എങ്ങനെ പറയാ? ഹി വെൻറ്റ് ടു ഷോപ്പ്.
ടു ഷോപ്പ്, അവൻ കടയിലേക്ക് പോയി. ടു ഷോപ്പ് എന്ന് വെച്ചാൽ ടു അതിലേക്ക് എന്നാട്ടോ, അതിലേക്ക്, അവിടേക്ക്, അതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇങ്ങനെ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടേക്ക്, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ ടു ചേർത്തിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹി വെൻറ്റ് ടു ഷോപ്പ്, അവൻ കടയിലേക്ക് പോയി. ഹി വെൻറ്റ് ടു ഷോപ്പ് എന്നാ പറയാം കേട്ടോ. ഇനി അവൻ സാധനങ്ങൾ വാങ്ങാൻ പോയി എന്നെങ്ങനെ നമുക്ക് പറയാം? ഹി വെൻറ്റ് ടു ഷോപ്പിംഗ്. ഹി വെൻറ്റ് ടു ഷോപ്പിംഗ്. ടു ഷോപ്പ് എന്ന് വെച്ചാൽ കടയിലേക്ക്. ടു ഷോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി അല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ഹി വെൻറ്റ് ടു ഷോപ്പിംഗ് എന്ന് പറയാം കേട്ടോ. ഓക്കെ. ഇനി അവൻ കല്യാണത്തിന് പോയി. ഹി വെൻറ്റ് ടു ദ വെഡിങ്. ഹി വെൻറ്റ് ടു ദ വെഡിങ്. വെഡിങ് എന്ന് വെച്ചാൽ കല്യാണം കേട്ടോ. അപ്പോൾ അവൻ കല്യാണത്തിന് പോയി. ഹി വെൻറ്റ് ടു ദ വെഡിങ്. ഓക്കെ. അപ്പോൾ ടു അതിലേക്ക്, അവിടേക്ക് എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മളിവിടെ ടു ആഡ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. അവൻ പള്ളിയിലേക്ക് പോയി. ഹി വെൻറ്റ് ടു ചർച്ച്. ഹി വെൻറ്റ് ടു ചർച്ച്. അവൻ പള്ളിയിലേക്ക് പോയി. ക്ലിയർ ആയല്ലോ? അവൻ ഈ വഴി പോയി. അവൻ ഈ വഴി പോയി. ഹി വെൻറ്റ് ദിസ് വേ. ഹി വെൻറ്റ് ദിസ് വേ. ഈ ദിസ് വേ എന്ന് വെച്ചാൽ എന്താണ്? ഈ വഴിയിലൂടെ എന്നിട്ട്. ഈ വഴി, അവൻ ഈ വഴി പോയി എന്നിട്ടോ. അവൻ ഈ വഴി പോയി. ഹി വെൻറ്റ് ദിസ് വേ. ഇനി അവൻ ആ വഴി പോയി എന്നെങ്ങനെ പറയാം? ഹി വെൻറ്റ് ദാറ്റ് വേ. ദാറ്റ് വേ. ദിസ് വേ ഈ വഴി. ദിസ് ഇത്, ദാറ്റ് അതെന്നാട്ടോ. അപ്പോൾ ദിസ് വേ എന്ന് വെച്ചാൽ ഈ വഴി, ദാറ്റ് വേ എന്ന് വെച്ചാൽ ആ വഴി കേട്ടോ. അപ്പോൾ ഹി വെൻറ്റ് ദിസ് വേ, അവൻ ഈ വഴി പോയി. ഹി വെൻറ്റ് ദാറ്റ് വേ, അവൻ ആ വഴി പോയി എന്നാട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി അവൻ ഇതിലൂടെ കടന്നു പോയി എന്ന് പറയില്ലേ നമ്മൾ, അവൻ ഈ വഴി കടന്നു പോയി എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാമെന്നറിയും? ഇതിലൂടെ, അതിലൂടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ ത്രൂ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ. ഹി വെൻറ്റ് ത്രൂ ദിസ് വേ, അവൻ ഈ വഴിയിലൂടെ കടന്നുപോയി എന്നാട്ടോ. അവൻ ഈ വഴി കടന്നുപോയി, അവൻ ഈ വഴിയിലൂടെ കടന്നുപോയി എന്നാട്ടോ. ഹി വെൻറ്റ് ത്രൂ ദിസ് വേ. ത്രൂ എന്ന് വെച്ചാൽ ഇതിലൂടെ, ഇതിലൂടെ എന്ന് വെച്ചാൽ അങ്ങനെ പറയില്ല നമ്മൾ, അതിലൂടെ കടന്നുപോയി എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെയാണ്, അതിനാണ് നമ്മൾ ത്രൂ ഉപയോഗിക്കുന്നത് കേട്ടോ. ഹി വെൻറ്റ് ത്രൂ ദിസ് വേ, അവൻ ഈ വഴിയിലൂടെ കടന്നുപോയി. ഹി വെൻറ്റ് ത്രൂ ദാറ്റ് വേ, അവൻ ആ വഴി കടന്നുപോയി കേട്ടോ. ഹി വെൻറ്റ് ത്രൂ ദാറ്റ് വേ. ക്ലിയർ ആയല്ലോ? ഇനി അവൻ ആ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നുപോയി. എങ്ങനെ പറയാം? ഹി വെൻറ്റ് ത്രൂ ദാറ്റ് നാരോ പാത്ത്. നാരോ പാത്ത് എന്ന് വെച്ചാൽ ഇടുങ്ങിയ വഴി എന്നാട്ടോ. ഹി വെൻറ്റ് ത്രൂ ദാറ്റ് നാരോ പാത്ത്. ഓക്കെ. അവനാ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നുപോയി. ഓക്കെ. അവനാ കാട്ടിലൂടെ പോയി എന്ന് എങ്ങനെ പറയാം? അവനാ കാട്ടിലൂടെ പോയി. ഹി വെൻറ്റ് ത്രൂ ദി ഫോറസ്റ്റ്. അവനാ കാട്ടിലൂടെ പോയി. ഹി വെൻറ്റ് ത്രൂ ദിസ് ഫോറസ്റ്റ്. ഓക്കെ. അവൻ ഈ കാട്ടിലൂടെ പോയി. ഹി വെൻറ്റ് ത്രൂ ദിസ് ഫോറസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഇനി ദാറ്റ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ആ കാട്ടിലൂടെ പോയി എന്നാട്ടോ. ദിസ് ഫോറസ്റ്റ് ഈ കാട്ടിലൂടെ പോയി കേട്ടോ. ഓക്കെ. ഇനി അവൻ അച്ഛൻ്റെ കൂടെ പോയി. എങ്ങനെ പറയാം? ഹി വെൻറ്റ് വിത്ത് ഹിസ് ഫാദർ. വിത്ത് ഹിസ് ഫാദർ. വിത്ത് എന്ന് വെച്ചാൽ എന്താണ്? കൂടെ എന്നാട്ട്. നമ്മൾ ഇന്ന ആളുടെ കൂടെ, ഇതിൻ്റെ കൂടെ, അതിൻ്റെ കൂടെ, അവരുടെ കൂടെ എന്നൊക്കെ പറയില്ല നമ്മൾ. ഇങ്ങനെ കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഹി വെൻറ്റ് വിത്ത് ഹിസ് ഫാദർ എന്ന് വെച്ചാൽ അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ പോയി. ഹി വെൻറ്റ് വിത്ത് ഹിസ് ഫാദർ, അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ പോയി എന്നാട്ടോ. അപ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി എന്ന് എങ്ങനെയാണ് പറയുക? ഹി വെൻറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ലാസ്റ്റ് ഒരു സെൻറ്റൻസും കൂടെ പറയാണ്. അവൻ കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കുറച്ചും കൂടെ വലിയ സെൻറ്റൻസ് ആട്ടോ. അവൻ കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു. ഇവിടെ 2 സെൻറ്റൻസ് വരുന്നുണ്ട്. ഒന്ന് അവൻ കടയിൽ പോയി, പിന്നെ അവൻ കുറച്ച് സാധനങ്ങൾ, പച്ചക്കറികൾ വാങ്ങിച്ചു. ഇങ്ങനെ 2 സെൻറ്റൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സെൻറ്റൻസുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ. അവൻ കടയിൽ പോയി എന്നല്ല പറയുന്നത്. ഹി വെൻറ്റ് ടു ദ ഷോപ്പ്. നമുക്കറിയാം അല്ലേ? ഹി വെൻറ്റ് ടു ദ ഷോപ്പ്. അവൻ കടയിലേക്ക് പോയി. ടു ദ ഷോപ്പ് എന്ന് വെച്ചാൽ കടയിലേക്ക് പോയി എന്നാട്ടോ. ടു ഷോപ്പ്, കടയിലേക്ക്. ഓക്കെ. അവൻ പച്ചക്കറികൾ വാങ്ങിച്ചു എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമ്മൾ 2 സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ്, ഒരു വേർഡാണ് ആൻഡ് എന്നുള്ള വേർഡ്. ആൻഡ് എന്ന് വെച്ചാൽ നമ്മൾ പച്ച മലയാളത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ എന്നാണ് കേട്ടോ. നമ്മൾ പറയില്ലേ, അതും ഇതും, ബ്രെഡും ജാമും, ബ്രെഡും ബട്ടറും, അങ്ങനെ എന്ന് വരുമല്ലോ അല്ലേ? അങ്ങനെ എന്ന് വരുന്നതാണ് ഇംഗ്ലീഷിൽ ആൻഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹി വെൻറ്റ് ടു ദ ഷോപ്പ് ആൻഡ്
ബോട്ട് സം വെജിറ്റബിൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു. അവൻ കടയിൽ പോയി കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു. എങ്ങനെ പറയുന്നത്? രണ്ടും പാസ്റ്റാണ്. അവൻ കടയിൽ പോയി എന്നുള്ളത് ഹി വെൻറ്റ് ടു ഷോപ്പ്. എന്നിട്ട് പച്ചക്കറികൾ വാങ്ങിച്ചു. ആൻഡ് ബോട്ട് എന്ന് വെച്ചാൽ വാങ്ങിച്ചു. എന്താണ് വാങ്ങിച്ചത്? സം വെജിറ്റബിൾസ്, കുറച്ച് പച്ചക്കറികളാണ് വാങ്ങിച്ചത്. ഹി വെൻറ്റ് ടു ഷോപ്പ് ആൻഡ് ബോട്ട് സം വെജിറ്റബിൾസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഞാൻ സ്കൂളിൽ പോയി ഹെഡ് മാസ്റ്ററെ കണ്ടു. എങ്ങനെ നമുക്ക് പറയാം? ഞാൻ സ്കൂളിൽ പോയി എന്നുള്ളതൊരു സെൻറ്റൻസാണ്. ഹെഡ് മാസ്റ്ററെ കണ്ടു എന്നുള്ളത് മറ്റൊരു സെൻറ്റൻസാണ് അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊണ്ടുവന്നു? ആൻഡ് കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി എന്നുള്ളത് ഞാൻ ആദ്യം എടുത്തിട്ട് പറയാണ് ഐ വെൻറ്റ് ടു ദ സ്കൂൾ. ഞാൻ സ്കൂളിൽ പോയി. ആൻഡ് എന്നിട്ട് എന്താ ചെയ്തത്? ആൻഡ് ഹെഡ് മാസ്റ്റർ കണ്ടില്ല. ആൻഡ് മെറ്റ് ദി ഹെഡ് മാസ്റ്റർ. എന്നിട്ട് ഹെഡ് മാസ്റ്ററെ കണ്ടു. മീറ്റ് ചെയ്യുക, കണ്ടുമുട്ടുക എന്നുള്ളതാണ് അല്ലേ? മീറ്റ് കണ്ടുമുട്ടുക, മെറ്റ് കണ്ടുമുട്ടി, ഹെഡ് മാസ്റ്റർ കണ്ടു. ആൻഡ് മെറ്റ് ദി ഹെഡ് മാസ്റ്റർ. ക്ലിയർ ആയല്ലോ? ഐ വെൻറ്റ് ടു സ്കൂൾ ആൻഡ് മെറ്റ് ഹെഡ് മാസ്റ്റർ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹീ വെൻറ്റ്, അവൻ പോയി എന്നുള്ള ഒരു സെൻറ്റൻസിൽ നിന്ന് നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് വളരെ ഭംഗിയായിട്ട് വളരെ ഈസി ആയിട്ട് പഠിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സെൻറ്റൻസ് എടുക്കുക, എന്നിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ തൊട്ട് വലിയ വലിയ സെൻറ്റൻസിലേക്ക് മെല്ലെ മെല്ലെ കടന്നു പോവുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് ക്ലാസ് യൂസ്ഫുൾ, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.